ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നിസ്വാർത്ഥ സേവനം എന്ന ആശയം യുവതയിൽ ഊട്ടിയുറപ്പിക്കാൻ സ്കൌട്ട് ആന്റ് ഗൈഡ്സ് പോലുള്ള സംഘടനകൾക്ക് സാധിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുകെ മാൽദ്വീപ് സന്ദർശനത്തിന് നാളെ തുടക്കം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് വിടചൊല്ലി തലസ്ഥാനം. ജനസാഗരത്തിന്റെ അന്തിമോപചാരം ഏറ്റുവാങ്ങി വിലാപയാത്ര ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടു. സംസ്കാരം നാളെ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തിനായി ജീവൻ സമർപ്പിക്കുക എന്നതാണ് ജീവിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗ്ഗമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 52ാമത് രാഷ്ട്രപതി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് പുരസ്കാരം രാഷ്ട്രപതി ഭവനിൽ വിതരണം ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. ഭാരത് സ്കൌട്ട് ആന്റ് ഗൈഡ്സ് പോലുള്ള സംഘടനകൾ നിസ്വാർത്ഥ സേവനം, ദേശസ്നേഹം തുടങ്ങിയ ആദർശങ്ങൾ യുവതയിൽ ഊട്ടിയുറപ്പിക്കുന്നതായി ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. സംഘടനയിലെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഉയർന്ന പ്രാതിനിധ്യത്തെയും രാഷ്ട്രപതി പ്രകീർത്തിച്ചു. इन सब युवाओं को देख के बहुत खुशी महसूस करती हूँ. 50% महिलाएं हैं और 50% युवा है. मुझे लगता है ये अब जो समन्वय तालमेल रखते हैं ये बहुत अच्छी बात. अक्सर कहा जाता है नेशन फर्स्ट. नेशन ठीक रहेगा, नेशन शांति रहेगा, सुख शांति आनंद प्रेम से नेशन के लोग जिएंगे तो फिर हम अच्छे से जी पाएंगे. ഉപരാഷ്ട്രപതി പദത്തിൽ നിന്നും രാജിവെച്ച ജഗ്ദീപ് ധൻകർക്ക് മെച്ചപ്പെട്ട ആരോഗ്യം നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്നലെയായിരുന്നു ശ്രീ ധൻകർ രാജിവെച്ചത്. രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. ഉപരാഷ്ട്രപതി പദം ഉൾപ്പെടെ രാജ്യത്തെ സേവിക്കാൻ അദ്ദേഹത്തിന് വിവിധ അവസരങ്ങൾ ലഭിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി.എസ്. അച്യുതാനന്ദന് വിടചൊല്ലി തലസ്ഥാന നഗരി. ആലപ്പുഴയിലേക്കുള്ള വിലാപയാത്ര ദേശീയപാതയിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ജനസാഗരമാണ് വഴിയരികിൽ കാത്തുനിൽക്കുന്നത്. വിലാപയാത്ര രാത്രിയോടെ ആലപ്പുഴയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തലസ്ഥാന നഗരിയിലെ പൊതുദർശനം പൂർത്തിയാക്കി വി.എസ്. അച്യുതാനന്ദന്റെ ഭൌതികദേഹം വഹിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 2:45 ആരംഭിച്ച വിലാപയാത്ര ഇതുവരെ തിരുവനന്തപുരം ജില്ല കടന്നിട്ടില്ല. 3 മണിക്കൂറെടുത്താണ് 8 കിലോമീറ്റർ ദേശീയപാത പിന്നിട്ടത്. 151 കിലോമീറ്റർ ദൂരം നീളുന്ന വിലാപയാത്രയ്ക്കിടെ വി.എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് റോഡരികിൽ കാത്തുനിൽക്കുന്നത്. വിലാപയാത്രയ്ക്കൊപ്പം വികാരനിർഭരമായി മുദ്രാവാക്യം വിളികളുമായി പാർട്ടി പ്രവർത്തകരും ഒപ്പമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 27 കേന്ദ്രങ്ങളിലും കൊല്ലം ജില്ലയിൽ 8 കേന്ദ്രങ്ങളിലുമാണ് വി.എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. വിലാപയാത്ര കടന്നുപോകുന്ന വഴികളുടെ വശങ്ങളിൽ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഗതാഗത തിരക്കുണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി.എസിന്റെ ജനസമ്മതിയുടെ പ്രതിഫലനമാണ് വിലാപയാത്രയിലുടനീളം കാണാനാകുന്നത്. വിശ്രമമില്ലാത്ത പോരാട്ട ജീവിതത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് സമാനതകളില്ലാത്ത അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് വി.എസ്. യാത്രയാകുന്നത്. കേരളം കണ്ട ജനകീയ മുഖ്യമന്ത്രിമാരിലൊരാളായ വി.എസിന്റെ സംസ്കാരം നാളെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും. വൈകിട്ട് 4 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. നാളെ രാവിലെ ആലപ്പുഴ സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് ടൌൺഹാളിലും ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ മൈതാനത്തും പൊതുദർശനമുണ്ടാകും. വി.എസിനോടുള്ള ആദരസൂചകമായി ആലപ്പുഴ ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു. പി.എസ്.സി നാളെ പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. ഓപ്പറേഷൻ സിന്ദൂർ, ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉച്ചയ്ക്ക് 2-ന് ലോക്സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ ഒരുക്കമാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചുവെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. രാജ്യസഭ ഇന്ന് സമ്മേളിച്ച ഉടൻ തന്നെ ബിഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ വിഷയത്തിൽ ചർച്ച വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. ചോദ്യോത്തരവേള നടത്താനുള്ള പ്രിസൈഡിംഗ് ഓഫീസറുടെ ശ്രമവും വിജയിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷം സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും ബഹളം തുടർന്നതിനാൽ രാജ്യസഭയും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു.
2027 സെൻസസിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ മാസം 16-ന് ഇതു സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നതായും ഈ മാസം 3, 4 തീയതികളിലായി 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നതായും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ് സന്ദർശനത്തിന് നാളെ തുടക്കം. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ഇന്ത്യ UK ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച നിർണായക ചർച്ചകളും നേതാക്കൾക്കിടയിൽ നടക്കും. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. Prime Minister will be embarking on an official visit to the United Kingdom tomorrow, the 23rd of July, for discussions during the visit with the Right Honourable Sir Keir Starmer, the Prime Minister of the United Kingdom. And during the visit, he will also call on His Majesty King Charles III. During the visit, interaction that is planned with business leaders both from India and the United Kingdom. This will be Prime Minister's 4th visit to the United Kingdom. 2 ദിവസത്തെ UK പര്യടനം പൂർത്തിയാക്കി ഈ മാസം 25-നാണ് ശ്രീ മോദി മാൽദീവ്സിലെത്തുക. മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കുന്ന വിഷയത്തിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനും എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് അയച്ചു. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമു സുപ്രീംകോടതിക്ക് പ്രസിഡൻഷ്യൽ റഫറൻസ് നൽകിയിരുന്നു. തമിഴ്നാട് സർക്കാർ അംഗീകരിച്ച 10 ബില്ലുകൾ ഗവർണർ അംഗീകരിക്കാത്തത് നിയമവിരുദ്ധമാണെന്ന് നേരത്തെ സുപ്രീംകോടതി വിധിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി സുപ്രീംകോടതിയോട് അഭിപ്രായം ആരാഞ്ഞത്. കരസേനയ്ക്ക് ലഭ്യമാകുന്ന ആദ്യ ബാച്ച് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ശാക്തീകരിക്കുന്ന സുപ്രധാന ചുവടുവയ്പ്പെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദുർഘട ഭൂപ്രകൃതിയിലടക്കം സേനയുടെ വ്യോമ പ്രതികരണ ശേഷി ഉയർത്താൻ ഈ ഹെലികോപ്റ്ററുകൾ സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സായുധ സേനകളെ ആധുനീകരിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇത് തെളിയിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇംഗ്ലണ്ടിൽ പുരോഗമിക്കുന്നു. പരമ്പരയിൽ ഓരോ മത്സരം വീതം ജയിച്ച് സമനിലയിലാണ് ഇരു ടീമുകളും. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 30 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം നാളെ മാഞ്ചസ്റ്ററിൽ ആരംഭിക്കുന്നു. ഓൾഡ് ട്രഫോർഡിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30-നാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 8 ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വെള്ളിയാഴ്ച മുതൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ ലിസോട്ടു രാജാവ് ലെറ്റ്സിയ മൂന്നാമനുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചയായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക സംസ്ഥാനത്ത് നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 30-ന് പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. മറ്റന്നാൾ പുലർച്ചെ 2:30 മുതൽ പിറ്റേന്ന് പുലർച്ചെ 12:42 വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ. തിരുവല്ലം, വർക്കല, തിരുമുല്ലവാരം, ചേലാമറ്റം, കാലടി, ആലുവ, മണപ്പുറം തുടങ്ങി പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ തയ്യാറെടുപ്പുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 3 ലക്ഷം മീസിൽസ് റുബല്ല വാക്സിനുകൾ സംഭാവന നൽകിയതിന് ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് ബൊളീവിയ. രാജ്യത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ വർദ്ധിച്ചുവരുന്ന സമയത്ത് നൽകിയ സമയബന്ധിതമായ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായി ബൊളീവിയൻ പ്രസിഡന്റ് അറിയിച്ചു. 1 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ യജ്ഞത്തിന് ഇത് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നിസ്വാർത്ഥ സേവനം എന്ന ആശയം യുവതയിൽ ഊട്ടിയുറപ്പിക്കാൻ സ്കൌട്ട് ആന്റ് ഗൈഡ്സ് പോലുള്ള സംഘടനകൾക്ക് സാധിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ് സന്ദർശനത്തിന് നാളെ തുടക്കം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വിട ചൊല്ലി തലസ്ഥാനം. ജനസാഗരത്തിന്റെ അന്തിമോപചാരം ഏറ്റുവാങ്ങി വിലാപയാത്ര ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടു. സംസ്കാരം നാളെ. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.